സാധനാക്രമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പിട്ടും ഗായത്രി ദീക്ഷയാണ് ആദ്യം തന്നെ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗായത്രി ദീക്ഷ ആദ്യം തന്നെ കൊടുക്കുന്നത്? കൊടുങ്ങല്ലൂർ പോലെ ഒരു കാലത്ത് സർവകലാശാല ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ കേന്ദ്രമാണ്. കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ കേന്ദ്രമാണ്. ഗായത്രിക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രസക്തി? അതെ, എന്ത് കാരണം എന്ന് പറഞ്ഞാൽ ഗായത്രി മന്ത്രത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ ബോധത്തെ ഉയർത്തുക, അതാണ് അതിന്റെ അർത്ഥം. അതാണ് ധീമഹി ധിയോ യോന്ന പ്രചോദയം. എന്റേന്നല്ല, എല്ലാവർക്കും ഗായത്രി മന്ത്രം കൊടുക്കാറില്ല. മന്ത്രങ്ങൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രമാണെങ്കിലും ഒരാളിൽ ശക്തി ഉണർത്താൻ കഴിയുന്ന അത്ര പവർഫുൾ ആയിട്ട് എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ? അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രേഷ്ഠാചാര്യ സഭയുടെ ആചാര്യനായിട്ടുള്ള വിശ്വേട്ടനാണ്. വിശ്വേട്ടൻ നമസ്തേ. വിശ്വേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഏറെക്കുറെ അറിയാം ആരാണ് എന്ന്. അപ്പോൾ അങ്ങ് 10-30 വർഷമായിട്ട് ശ്രേഷ്ഠാചാര്യ സഭയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും പൂജ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പൂജ, മന്ത്രസാധന, മറ്റു കാര്യങ്ങളൊക്കെ. 10-30 വർഷമായിട്ട് ഒരു 1000-ൽ പരം, അല്ലെങ്കിൽ എണ്ണം പറയാൻ കഴിയാത്തത്ര ശിഷ്യന്മാരെ അങ്ങ് വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ എല്ലാ ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ സാധനാക്രമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പിട്ടും ഗായത്രി ദീക്ഷയാണ് ആദ്യം തന്നെ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗായത്രി ദീക്ഷ ആദ്യം തന്നെ കൊടുക്കുന്നത്? കാരണം ഭാരതത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു മഹത്തായ ഋഷി പരമ്പരയുടെ ഭാഗമാണ്. ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ലോകോത്തര സംസ്കാരമായത് ഇവിടുത്തെ പഴയകാലത്തെ ഭൗതിക വിദ്യാഭ്യാസവും ആധ്യാത്മിക വിദ്യാഭ്യാസവും ഒരേപോലെ പ്രാധാന്യമുള്ളതായിരുന്നു. രണ്ടല്ല. അപ്പോൾ ആധ്യാത്മിക വിദ്യാഭ്യാസത്തെ പോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഭാരതത്തിലാണ്. ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഭാരതത്തിലാണ്. കാരണം ഉദാഹരണമായിട്ട് ജ്യോതിശാസ്ത്രം. ഈ ജ്യോതിശാസ്ത്രം, ആസ്ട്രോണമി ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ച ഭാരതീയരാണ്. ഇന്നും ലോകത്തിലെ ആസ്ട്രോണമിയിൽ ഏറ്റവും കൂടുതൽ പല കണ്ടുപിടുത്തലും ഭാരതീയരുടെ സംഭാവനയാണ്. ജ്യോതിഷമല്ല, ജ്യോതിശാസ്ത്രം, ആസ്ട്രോണമിയിൽ. അതുപോലെ ആരോഗ്യശാസ്ത്രത്തിൽ ആയുർവേദ സംഭാവന വളരെ കൂടുതലുണ്ട്. അതുപോലെ ജാമിതീയ കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ ജാമിതീയമായ ജോമെട്രിക്കലായിട്ട് കാര്യങ്ങൾ, ആധുനിക വിദ്യാഭ്യാസം, ആധുനിക ശാസ്ത്ര പദ്ധതികൾ ഏതിലൊക്കെ പുരോഗതിയുണ്ടോ ഇത് മുഴുവൻ തുടങ്ങി വെച്ച ഭാരതത്തിലാണ്. ഭാരതത്തിലെ ആരാണിത് കണ്ടുപിടിച്ചത്? ഋഷീശ്വരന്മാരാണ്. ആ ഋഷീശ്വരന്മാർ തപസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ആധുനിക കാലഘട്ടത്തിലെ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട്, കണ്ണ് തുറന്നു നോക്കിയിട്ടാണ്. കാരണം മറ്റേ ഭൂത കണ്ണാടിയും അല്ലെങ്കിൽ അതുപോലെ മറ്റേ ആ തരത്തിലുള്ള ഉപകരണങ്ങൾ, അത് സൂക്ഷ്മമായി കാണാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ മുന്നോട്ട് പോയി അവർ. പക്ഷേ ഇതേപോലെ തന്നെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരിത് കണ്ടുപിടിച്ചത്, മനസ്സിലാക്കിയത് തപസ് ചെയ്തിട്ടാണ്. ഋഷിമാർ സങ്കല്പ തപസ്സി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് അവർ നോക്കുന്നത്? ഉള്ളിലേക്കാണ്. ഇത് ഭാരതീയർ മാത്രം പ്രത്യേകതയാണ്. തൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കണം എന്നുള്ളത് അപ്പോൾ അത് തുടങ്ങുന്ന എവിടുന്ന? ഗായത്രി മന്ത്ര സാധനയിലൂടെയാണ്. ആ വിദ്യാഭ്യാസ പദ്ധതികൾ മുഴുവൻ, അവർ നേടിയെടുത്ത പദ്ധതികൾ മുഴുവൻ തുടങ്ങിയത് ഗ്രാമാന്തരങ്ങളിലെ ഗുരുകുലങ്ങളിലൂടെയാണ്. ലോകത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറേണ്ടത് ഭാരതത്തിലാണ്. ഏറ്റവും സമഗ്രമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇവിടെ. ഗ്രാമാന്തരം നിറഞ്ഞു കിടന്നിരുന്ന ഗുരുകുലങ്ങൾ മുതൽ നളന്ദ തക്ഷശില സർവകലാശാല മാത്രമല്ല, ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും പലതരം സർവകലാശാലകളുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ പോലെ ഒരു കാലത്ത് സർവകലാശാല ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ കേന്ദ്രമാണത്. കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ കേന്ദ്രമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രം അതാണ്. തമിഴ്നാട്ടിൽ കാഞ്ചീപുരം തുടങ്ങിയ ധാരാളം സ്ഥലങ്ങൾ, തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു. അവിടെ സർവകലാശാല ഉണ്ടായിരുന്നു. ലോകത്തെ വിവിധ വിഷയങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതി സമഗ്രമായിരുന്നു. ഗ്രാമാന്തരങ്ങളിലുണ്ടായിരുന്ന ഗുരുകുലങ്ങൾ മുതൽ അവിടുന്ന് വികസിച്ചു വന്ന ആളുകൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ സർവകലാശാലകൾ വരും. അതേപോലെ സർവകലാശാലകൾ ഇതുപോലെ ധാരാളം ഉണ്ടായിരുന്നു ഭാരതത്തിൽ. അവിടെയൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ട് ലോകത്തിന് സംഭാവന ചെയ്തവർ ധാരാളം കാര്യം. അപ്പോൾ ഒരു ബ്രഹ്മചാരി
അച്ഛൻ ബ്രഹ്മചാരിയെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗുരുവിനാണ് ഏൽപ്പിക്കുക. ആ ഗുരുകുലത്തിൽ ചെന്നാൽ ആദ്യം കൊടുത്തിരുന്ന മന്ത്രോപദേശം ഗായത്രിയാണ്. അപ്പോൾ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന ഭാരതത്തിലെ ജ്യോതിശാസ്ത്രവും ഭാരതത്തിലെ ശില്പശാസ്ത്രവും ഭാരതത്തിലെ വാസ്തുവിദ്യ എല്ലാം കൂടി ചേർന്നാണല്ലോ. അതിൻ്റെ അടിത്തറ എന്ന് പറയുമ്പോൾ തുടങ്ങുന്ന എവിടുന്ന ഈ ഗുരുകുലങ്ങളിൽ നിന്നാണ്. ആ ഗുരുകുലങ്ങളിൽ ആദ്യമായിട്ടാൾ ചെന്നാൽ ഇത്തിരി ഉപദേശം ഗായത്രി മന്ത്രോപദേശമാണ്. ഗായത്രിക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രസക്തി? അതെ, എന്ത് കാരണം എന്ന് പറഞ്ഞാൽ ഗായത്രി മന്ത്രത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ബോധതലത്തിൻ്റെ വികാസമാണ്. ആ ബോധത്തിൻ്റെ വികാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനയാണ് ഗായത്രി മന്ത്ര സാധന. എൻ്റെ ബോധത്തെ ഉയർത്തുക, അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് ധീമഹി ധിയോ യോന്ന പ്രചോദയം. എൻ്റേന്നല്ല, ഞങ്ങളുടെ ഈ പ്രപഞ്ചത്തിലെ ശരീരബോധത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ബോധത്തെ, എൻ്റേത് മാത്രമല്ല എൻ്റെ ചുറ്റും ആളുകൾ, ഇവിടുത്തെ ഏറ്റവും ചെറിയ പരമാണുവിൻ്റെ ഉള്ളിൽ പോലൊരു ബോധമുണ്ട്. കാരണം ശരീരമുള്ളതുകൊണ്ട് ആ ബോധം ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഞാൻ എന്ന് പറയുന്ന ബോധം നമ്മുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. മുത്തശ്ശിവരോട് പറയാറില്ലേ, ഞാനെന്ന ഭാവമത് തോന്നായിക വേണം, തോന്നുന്നതാകെ അഖിലം ഞാനിതെന്ന വഴി തോന്നണം. മുത്തശ്ശിമാർ പറയാണ്, നിങ്ങൾ ഈ ഞാൻ എന്ന് പറഞ്ഞ ഭാവം ഉണ്ടല്ലോ, അത് അഹങ്കാരമല്ല കേട്ടോ. ഞാൻ എന്ന് പറയുന്ന ബോധം അതല്ല ശരി. തോന്നാണ് എന്ത് വേണം, അഖിലം ഞാൻ. ഈ പ്രപഞ്ചത്തിന് അഖിലം എന്നത് പ്രപഞ്ചബോധമാണ്. ഗായത്രി മന്ത്രത്തിന് ആഹ്വാനം ഇത് തന്നെയാണ്. ഞങ്ങളുടെ ബോധതലത്തെ പ്രചോദിപ്പിക്കണമേ. ധീമഹി ധിയോ യോന്ന പ്രചോദയം. ഞങ്ങളുടെ ബോധതലത്തെ പ്രചോദിപ്പിക്കണമേ. അപ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ ബോധം ശരീരത്തിനുള്ളിൽ നിൽക്കുന്ന കാലത്തോളം അതിൻ്റെ ബോധം ഞാൻ എന്ന് പറഞ്ഞ പരിമിതമായ ബോധമാണ്. തന്ത്രത്തിൽ ഇതിൻ്റെ പേര് ആണവമലം എന്നാണ്. ഒരു പരമാണുവിൻ്റെ ഉള്ളൊരു ബോധമുണ്ട്. സത്യത്തിൽ ആ ബോധം ഇത്രയും ചെറുതാണ്, ഏറ്റവും സങ്കുചിതമാണത്, പരിമിതമാണത്. അത് വികസിക്കണം. ഏതുവരെ? പ്രപഞ്ചബോധത്തോളം. അങ്ങനെ വികസിച്ച് പൂർണ്ണമായ ബോധത്തിലെത്തി പ്രപഞ്ചവും ഞാനും ഒന്നാണെന്ന് അനുഭവിച്ചവരാണ് ഋഷീശ്വരന്മാർ. ഞാനും പ്രപഞ്ചവും ഒന്നാണ്, രണ്ടല്ല, ഞാൻ തന്നെയാണ് പ്രപഞ്ചം എന്ന ബോധത്തിൽ വികസിച്ച ആളുകളാണ് ഋഷീശ്വരന്മാർ. അപ്പോൾ അത് തുടങ്ങുന്നത് ഗുരുകുലങ്ങളിൽ നിന്നാണ്. ആ ഗുരു ആദ്യം കൊടുക്കുന്ന മന്ത്രോപദേശം ഗായത്രിയാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഈ കാലത്തൊരു വിശ്വാസമുണ്ട്, എല്ലാവർക്കും ഗായത്രി മന്ത്രം കൊടുക്കാറില്ല. അങ്ങനെ ആയിരുന്നില്ല. ഗൗതമ മഹർഷി സത്യകാമന് ഉപദേശം കൊടുത്തു. സത്യകാമൻ ആരാണെന്ന് പോലും അറിയില്ല. അത് ജാതി ഏതാണെന്ന് അറിയില്ല, അദ്ദേഹം ഗോത്രം ഏതാണെന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇനി ഏത് ഗോത്രത്തിലാണെന്ന് ചോദിച്ചു ഗുരുനാഥൻ. അദ്ദേഹം അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്കറിയില്ല ഏത് ഗോത്രമാണ്. കാരണം എവിടെ നിന്നാണ് തൻ്റെ മകനെ ലഭിച്ചത് എന്ന് അമ്മയ്ക്ക് അറിയില്ല. അമ്മ ഈ സത്യം പറയുന്നു. ഇതേപോലെ അതേപടി അത് സത്യകാമൻ പോയിട്ട് ഗൗതമനോട് പറയുന്നു. അപ്പം ഗൗതമൻ എന്ന് പറയുന്നു, സത്യം പറയുന്നവന് ബ്രാഹ്മണനാണ്. നീ ചമത കൊണ്ടുവരും, ഞാൻ ഉപനിക്കാം എന്നാണ് പറയുന്നത്. ഞാൻ എനിക്ക് ഗായത്രി തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള പരിമിതികളൊന്നും ബാധകമായിരുന്നില്ല. ജാതിഭേദ ഒരു കാര്യങ്ങളും ഗായത്രിയിലില്ല. ജാതിയൊക്കെ അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങളാണ്. ജാതി ഒരു പ്രശ്നം, ഭാരതത്തിൽ ജാതി ഒരു പ്രശ്നമേ ആയിരുന്നില്ല. കാരണം പരമാണുവിൽ പോലും ഈശ്വരനെ കാണാൻ കഴിയുന്ന ഭാരതീയ സംസ്കാരത്തിന് എവിടെ പരിമിതി ഉണ്ടാവുക? ഏറ്റവും ഉയർന്ന ബോധതലത്തിൽ എത്തിയാൽ പട്ടിയിലും പൂച്ചയിലും തന്നെ ഒരേ ബോധമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിൽ ജാതിയൊന്നും വിഷയമായിരുന്നില്ല. യഥാർത്ഥ ഭാരതീയമായ സംസ്കാരത്തിൽ ബോധം ഉണ്ടായി ശാസ്ത്രം പഠിച്ചാൽ അതൊക്കെ ഒരു പരിമിതികളെ പറ്റി ബോധം ഉണ്ടാവില്ല. ജാതി മാത്രമല്ല, വർഗം, വേറെ എന്തെങ്കിലും ഒരു ബോധം ഉണ്ടാവില്ല. ഒരു പരിമിതിയെ ബോധവാനല്ല. കാരണം എല്ലാവരും ഈശ്വരനെ കാണാൻ കഴിയുന്നു. ഈശ്വരനെ കാണാൻ, ഈശ്വരൻ്റെ സൃഷ്ടിയാണെന്നല്ല, ഈശ്വരൻ തന്നെയാണ് എന്ന തന്ത്രത്തിൽ കാഴ്ചപ്പാടുണ്ട്. അവർക്ക് പരിമിതി, യാതൊന്നും പരിമിതിയൊന്നും ഒരു പരിമിതിയില്ല. ഈ മന്ത്രങ്ങൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രമാണെങ്കിലും ഒരാളിൽ ശക്തി ഉണർത്താൻ കഴിയുന്ന അത്ര പവർഫുള്ളായിട്ട് എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ? ഈ മന്ത്രം എന്ന് പറയുന്നത് എന്താ? മന്ത്രം എന്ന് പറയുന്നത് ശബ്ദമാണ്. നമഃശിവായ 5 ശബ്ദമല്ലേ അത്?
ഷി വാ ഈ 5 ശബ്ദങ്ങളാണ്. തന്ത്രശാസ്ത്രം അനുസരിച്ചിട്ട് ഈ പ്രപഞ്ചമുണ്ടായത് സ്ഫോടത്തെ തുടർന്നാണ്. തന്ത്രശാസ്ത്രം അനുസരിച്ച്, ആധുനിക ശാസ്ത്രജ്ഞനാണല്ലോ പറയുന്നത്, അതെ, അതിൻ്റെ പരിണിത ഫലമാണ് ഈ പ്രപഞ്ചം. അത് പരിണമിച്ച പ്രപഞ്ചം ഉണ്ടായത് സ്ഫോടത്തെ തുടർന്ന്. സ്ഫോടത്തിന് മുൻപേ ശുദ്ധമായ ഒരു ചൈതന്യം ഉണ്ടായിരുന്നു. ആ ചൈതന്യത്തെയാണ് സാധാരണക്കാരൻ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. അവിടെയാണ് സ്ഫോടനം ഉണ്ടായത്, ശൂന്യതയിലല്ല. ആ സ്ഫോടനം ഉണ്ടായിട്ട് ആ ചൈതന്യം സ്വയമേവ പരിണമിച്ച് പ്രപഞ്ചമായി തീരുന്നു, ഘനീഭൂതമാകുന്നു. സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറയുന്ന ഈ കഥ, അവബോധം, ആ അവബോധം സാന്ദ്രീകൃതമായി ഘനീഭൂതമായി. സ്ഫോടത്തിന് മുൻപുണ്ടായിരുന്ന ആ ശുദ്ധമായ ചൈതന്യം, അവബോധം, ശുദ്ധമായ ബോധം, അത് സ്ഫോടത്തെ തുടർന്ന് പരിണമിച്ച പ്രപഞ്ചമുണ്ടായി. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ചൈതന്യമാണ്. അതിൻ്റെ അടുത്ത ഘട്ടം ശബ്ദമാണ്. ആ ആദ്യത്തെ ശബ്ദത്തിന് പേര് ശബ്ദബ്രഹ്മം എന്നാണ്. അത് പിന്നീട് ശബ്ദപ്രപഞ്ചമായി പരിണമിക്കും. ആ ശബ്ദപ്രപഞ്ചമാണ് ഘനീഭൂതമായിട്ട് ഈ പ്രപഞ്ചമായി പരിണമിച്ചത്. ഇന്ന് കാണുന്നതാണ് ദൃശ്യപ്രപഞ്ചമായി പരിണമിച്ചത്. അപ്പോൾ ഓരോ പരമാണുവിൻ്റെ ഉള്ളിലും ശബ്ദമുണ്ട്. അപ്പോൾ പ്രപഞ്ച ചൈതന്യത്തെ സ്വാംശീകരിക്കാൻ, ആ സൂക്ഷ്മമായ ശബ്ദ ചൈതന്യത്തെ സ്വാംശീകരിക്കാനുള്ള പരിശ്രമമാണ് മന്ത്രസാധന. ഋഷീശ്വരന്മാർ എന്ത് കണ്ടുപിടിച്ചു? ഋഷീശ്വരന്മാർ മന്ത്രദ്രഷ്ടാക്കളാണ്. മന്ത്രം കണ്ടുപിടിച്ചവരല്ല, സ്രഷ്ടാവല്ല, ദ്രഷ്ടാവാണ്. കാരണം അവർ മന്ത്രത്തെ കാണുന്നു. എന്താണ് കണ്ടത്? ഇന്ന ശബ്ദങ്ങൾ കൂട്ടിവെച്ചാൽ ഇന്ന ഗുണമുണ്ടാകുമെന്നവർ കാണുന്നു. അതായത് 2 ശബ്ദങ്ങൾ കൂട്ടിവെക്കുമ്പോൾ ഒരു ഗുണം ഉണ്ടാകും. ഒരു ഗുണം ഏതെങ്കിലും ശബ്ദം കൂട്ടിച്ചേർത്താൽ, അത് ഏതൊക്കെ ശബ്ദം കൂട്ടിച്ചേർത്താൽ എന്ത് ഗുണം ഉണ്ടാകുമെന്ന് അനുഭവിച്ചവരാണ് ഋഷീശ്വരന്മാർ. ഇതാണ് കാരണം. അപ്പം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകം ശബ്ദമാണ്. ഇത് ഭാരതീയ തന്ത്രശാസ്ത്രമാണ് ആദ്യം പറഞ്ഞു വെച്ചത്. സ്ഫോടത്തെ തുടർന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറഞ്ഞ് ഭാരതമാണ്. അപ്പോൾ ധാരാളം ശബ്ദങ്ങളുണ്ട്. ശബ്ദം എണ്ണിയാലൊടുങ്ങാത്ത ശബ്ദങ്ങളുണ്ട്. കാരണം പക്ഷേ നമുക്ക് മനുഷ്യന് കേൾക്കാനും മനുഷ്യന് പുനർസൃഷ്ടിക്കാനും കഴിയുന്ന ശബ്ദങ്ങളാണ് 51 ശബ്ദങ്ങളായിട്ട്, അക്ഷരങ്ങളായിട്ട് സെലക്ട് ചെയ്തു. ഇതിനിടയിലും ശബ്ദങ്ങളുണ്ട്.